ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസ്റ്റോറേഷനെ കുറിച്ചിട്ടാണ്. ഡിവിഷൻ ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ട് 3 മെത്തേഡിലാണ് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ സാധിക്കുക. ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഡയറക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് നമുക്ക് വേണ്ടത്ര നമ്മൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ റോഡിൽ വേണ്ടത്ര ക്വസ്റ്റ്യൻ കിട്ടാത്ത സമയത്ത് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ റീസ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിനാണ് നമ്മൾ റീസ്റ്റോറേഷൻ എന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നെക്സ്റ്റ് വരുന്ന റൂളാണ് റൂൾ 9. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് റീസ്റ്റോറേഷൻ ആണ്. പക്ഷെ അതിന് മുന്നേ ആയി നമുക്ക് ഈ ഡയറക്റ്റ് എന്താ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് പറയാം. ഡയറക്റ്റ് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. 58 divided by 4 ഉണ്ട്, 58 divided by 5 ഉണ്ട്, 58 divided by 6 ഉണ്ട്. അതായത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഒന്ന് നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കുന്നത് ക്വസ്റ്റ്യൻ എവിടെ പ്ലേസ് ചെയ്യണമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഡിവിഡൻ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം ഈ പറഞ്ഞതിൽ 3ലും ക്വസ്റ്റ്യൻ 58 ആണ്. അപ്പോൾ 58 ഈ നമ്മളെ ടൂളിൽ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ ആൻസർ റോഡ് കണ്ടുപിടിക്കുന്നത് ഏത് റോഡിലാണ് ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടും നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിനി ഇക്വേഷൻ അറിയില്ല. നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് ഡിവിഡൻറ്റ് മൈനസ് ഡിവൈസർ -1. ഫസ്റ്റത്തെ ഈ 58 ആണ് നമ്മുടെ ഡിവിഡൻറ്റ് എന്നും 4 ആണ് ഡിവൈസർ എന്നും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ 58 എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ആദ്യം കൗണ്ട് ചെയ്യണം. നമുക്കൊരു 58 2 ഡിജിറ്റ് നമ്പർ ആണ്. 4 എന്നത് 1 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പം 2 - 1 1 - 1 നമുക്കൊരു 0 ആയിരിക്കും. 0 റോഡിലായിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്ത് തുടങ്ങുന്നത്. ഈ ടൂളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. നമുക്ക് ഇത് 1's പ്ലേസ് ആണെങ്കിൽ തൊട്ട് റൈറ്റിൽ വരുന്നതാണ് 0 റോഡ്, പിന്നെ -1 -2 -3 അങ്ങനെ പോകും. 1ന്റെ തൊട്ട് ലെഫ്റ്റിൽ വരുന്നത് സെക്കൻഡ് റോഡ്, പിന്നെ തേർഡ്, ഫോർത്ത്, അങ്ങനെ ഓരോ റോഡിൻ്റെയും പ്ലേസ് വാല്യൂസ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്കിപ്പോൾ 58 divided by 4ന്റെ കേസ് നോക്കാം. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 3 ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഡിവൈസർ 1 ഡിജിറ്റ് നമ്പറാണ്. ഡിവിഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, 1 ഡിജിറ്റ് ആകുമ്പോൾ ഡിവൈസർ 1 ഡിജിറ്റ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയും 2 ഡിജിറ്റ് ആകുമ്പോൾ ചെയ്യുന്ന രീതിയും 3 ഡിജിറ്റ് ആകുമ്പോൾ ചെയ്യുന്ന രീതിയിലും ചെറിയൊരു വേരിയേഷൻ വരാറുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ഇത് ഡിവൈസർ 1 ഡിജിറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതിലും റീസ്റ്റോറേഷൻ വരാം, റൂൾ 9 വരാം. പക്ഷെ നമുക്കിപ്പോൾ ഈ തന്ന ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിവൈസർ 1 ഡിജിറ്റ് നമ്പറാണ്. ഇപ്പോൾ 58 divided by 4ന്റെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്കറിയാം. ഇതൊക്കെ 0 റോഡിലായിരിക്കും പ്ലേസ് ചെയ്യുക. കാരണം ഓക്കെ 2 - 1 1 ആണ്, 1 - 1 0. 3 സെയിം പാറ്റേണിലെ നമ്പർ, അതായത് ഫസ്റ്റ് 2 ഡിജിറ്റ് പിന്നെ 1 ഡിജിറ്റ് വരുന്ന കേസ്. ഇങ്ങനെ വരുന്ന പാറ്റേണിലാണെങ്കിൽ നമുക്ക് 0 റോഡിലായിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ആൻസർ റോഡ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, ഇതിൽ 4 ഡിവൈസറിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. രണ്ടാമത് വരുന്ന ഈ നമ്പറിനാണ് ഓരോ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അപ്പോൾ 4ന്റെ കണ്ടീഷൻ വെക്കുന്ന സമയത്ത് ഡിവൈസറാണ് കണ്ടീഷൻ വെക്കുക. ഡിവൈസറിനേക്കാൾ വലുതാണോ ഈ ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് നമ്പർ, ഡിവൈസറിനേക്കാൾ ചെറുതാണോ, ഈക്വൽ ആണോ, അങ്ങനെ ഡിവൈസറിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ ജമ്പ് ചെയ്യേണ്ട എന്നും, ബാക്കി 2 കേസും, അതായത് ഡിവൈസറിനേക്കാൾ ഈക്വലോ അല്ല ഡിവൈസറിന് ഈക്വൽ ആയിട്ടോ അല്ല ഡിവൈസറിനേക്കാൾ വലുതോ ആണെങ്കിൽ ജമ്പ് ചെയ്യണമെന്നും, ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ മാത്രം ജമ്പ് ചെയ്യണം. അപ്പോൾ അതിൽ ഏറ്റവും നമുക്ക് ഓർമ്മിക്കാൻ ഈസി, ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ ജമ്പ് ചെയ്യണമെന്ന് മാത്രം ഓർമ്മിച്ച് വെക്കുക മൈൻഡിൽ. അപ്പോൾ ബാക്കി 2 കേസ് വന്നാൽ ജമ്പ് ചെയ്യണം നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കാം, 4 ആണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അറിയാം 4നേക്കാൾ വലുതാണ്, ജമ്പ് ചെയ്യണം. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, 5 ആണ്, അപ്പം ജമ്പ് ചെയ്യണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, അതായത് 58 divided by 6ന്റെ കേസ് ആകുമ്പോൾ നമുക്കറിയാം 6 ഡിവൈസർ വലുതാണ്, ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ചെറുതാണ്.
അപ്പോൾ ജമ്പ് ചെയ്യേണ്ട. ഇത് എന്തിനാ ഈ ജമ്പ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാലോ. ആൻസർ റോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഡിവൈസറും ഡിവൈഡൻറ്റും. ഇത് ഓൾറെഡി ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതായതുകൊണ്ട് ഇനി സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 3 രീതിയിലെ പാറ്റേണിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് 58/4 നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുന്നത് നമുക്കറിയാം. വൺസ് ടൂൾ നോക്കാം. വൺസ് പ്ലേസ് ഇതാണ് നമ്മൾ സീറോ റോഡിലാണ് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. ഡിവിഡൻറ്റ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻറ്റ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1 ആയതുകൊണ്ട് 2 - 1 1 1 - 1 0. അപ്പോൾ ഇവിടെ 58 പ്ലേസ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ സീറോ റോഡിലാണ് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് 0. അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യാൻ. 5 ഇവിടെ പ്ലേസ് ചെയ്തു. 8 എന്നുള്ളത് ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 58 പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നോക്കിയാൽ ശ്രദ്ധിക്കാൻ പറ്റും, നമ്മൾ സീറോ റോഡ് മുതൽ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കാൻ കിട്ടുക. നമുക്ക് സീറോ റോഡിൽ നിന്നായതുകൊണ്ട് 58 നമ്മൾ പ്ലേസ് ചെയ്തു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യാൻ ഈസിയാണ്. എന്താണോ ഡിവിഡൻറ്റ് അതിങ്ങനെ ചെയ്ത് പോകുക. എത്ര ഡിജിറ്റ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇനി നമുക്കറിയാം 4 ഈ നമ്പർ, ഡിവൈസറിൻ്റെ ഈ നമ്പർ നമ്മൾ മൈൻഡിലാണ് വെക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചൊല്ലിയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 4 ആണുള്ളത്. ചെക്ക് ചെയ്യുന്ന സമയത്ത് 4നേക്കാൾ വലുതാണ് ഡിവിഡൻറ്റ് ഫസ്റ്റ് നമ്പർ. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ വലുതായതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്കറിയാം ജമ്പ് ചെയ്യണം. കാരണം 4നേക്കാൾ വലുതാണെങ്കിൽ എന്തായാലും ജമ്പ് ചെയ്യണം. അതായത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ജമ്പ് ചെയ്യാൻ ആൻസർ ചെയ്ത് തുടങ്ങും. ജമ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത് നമ്മൾ നീങ്ങി നിൽക്കണം എന്ന് പറയും. അതായത് മാറി നിൽക്കണം. ജമ്പ് ചെയ്യാൻ ഒരു റോഡ് കഴിഞ്ഞിട്ടായിരിക്കണം ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. അതായത് 4 ചെറുതും 5 വലുതായതുകൊണ്ട് 5ന് തൊട്ടടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങാൻ പാടില്ല. ഒരു റോഡ് മാറി എന്ത് ചെയ്യുക, ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ആൻസർ നമുക്ക് ഇവിടെയാണ് ചെയ്ത് തുടങ്ങാമെന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഡിവൈസർ 4 ആയതുകൊണ്ട് 4 നമ്മൾ മൈൻഡിലാണ് വെക്കുക. ഇനി 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചൊല്ലേണ്ടത്. പക്ഷെ ഇവിടെയാണ് ആൻസർ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിക്കണം, നമുക്കിപ്പോൾ ആൻസർ റോഡ് ഇവിടെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് സെക്കൻഡ് റോഡിലാണ് ആൻസർ റോഡ് കിട്ടിയത്. അതിന് തൊട്ടടുത്തിട്ട് 2 റോഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2 റോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഇല്ല നമ്പർ എന്ന് പറയുമ്പോൾ 0 5 ആണ് അല്ലെ. ഈ 2 നമ്പർ ഈ 2 റോഡ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്താൽ ഇവിടെ വരുന്ന ഈ നമ്പർ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. ഈ 2 റോഡ് മാത്രം നമ്മൾ അതേ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ 0 5 ആണ്, അതായത് 5. ഓക്കെ, ഇതിൽ മാക്സിമം 2 റോഡ് സെലക്ട് ചെയ്യുന്ന സമയം മാക്സിമം വരുന്ന നമ്പർ 99ഉം ഏറ്റവും ചെറിയ നമ്പർ 1 ആയിരിക്കും അല്ലെ. 0 വരാം, പിന്നെ വരുന്നത് 1, അതായത് 0 1 0 2 0 3 അങ്ങനെ നമുക്ക് ചെയ്ത് 99 വരെയാണ് 2 റോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാം. പക്ഷെ നമ്മൾ ഇവിടെ കിട്ടിയത് നോക്കിയേ 0 5 ആണ്. നമുക്ക് ഇവിടെ നിന്ന് ആൻസർ പ്ലേസ് ചെയ്യേണ്ടത് അതിന് തൊട്ടടുത്തുള്ള 2 റോഡുകളിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇപ്പോൾ 4 നമ്മുടെ മൈൻഡിലുണ്ട്. 4 ഈ 5ൽ നമ്മൾ സെലക്ട് ചെയ്ത ഈ റോഡിൽ എത്ര ക്വസ്റ്റ്യൻ, അതിൽ എത്ര ടൈംസ് പോകുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. 5 ആകുമ്പോൾ നമുക്കറിയാം 4 1 ടൈം മാത്രമാണ്. 1 ഇൻറ്റു മനസ്സിലെ 4 1 ഇൻറ്റു 4 4 ആണ്. അപ്പോൾ ഈ 2 റോഡിൽ നിന്നിട്ട് 4 എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. 4 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ നോക്കാം 0 4 ആണ് വരിക അല്ലെ. 4 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ നിന്നായിരിക്കണം ലെസ് ചെയ്യേണ്ടത്. ചില ആൾ എന്ത് ചെയ്യും, ഇവിടെ ഇപ്പം വേറെ നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 4 ഉണ്ടെങ്കിൽ ഈ 4നെ കൊണ്ടുപോയി ലെസ് ചെയ്യാൻ ചെയ്യരുത്. അത് 40 ആണ് നിങ്ങൾ ലെസ് ചെയ്യുക. 2 റോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം 4 എന്ന് പറയുന്ന സമയത്ത് 0 4 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 ഇവിടെ നിന്നായിരിക്കണം 4 ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ 4 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ ലെസ് 5 ആഡ് 1. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി അത് ചെയ്തതിന് ഇനി ഇവിടെ ആയിരിക്കും നെക്സ്റ്റ്. ഇത് ചെയ്യുന്നതിനെ പറ്റി നെക്സ്റ്റ് നമ്മൾ ആൻസർ റോഡ് ഇതാണ്, തൊട്ടടുത്ത് ഇവിടെ ആയിരിക്കും നമുക്ക് ആൻസർ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള 2 റോഡ് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ നോക്കിയാൽ 1ഉം 8 ആണ്. 18 ഉണ്ട്. 18ൽ 4 എത്ര ടൈംസ് പോകുന്നതാണ് ചെക്ക് ചെയ്യുന്നത്. 4 നമ്മൾ എപ്പോൾ ഡിവൈസർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കേണ്ടത്, ഡിവൈസിൻ്റെ നമ്പർ. ഇപ്പോൾ 4 മൈൻഡിലുണ്ട്. ഈ 4 80ൽ എത്ര ടൈംസ് ചെക്ക് ചെയ്യണം. നമുക്കറിയാം 18ൽ വരുമ്പോൾ 4 4s are 16 വരിക. 5 4s are 20 വരും. നമുക്ക് 20 ഇല്ല, ഇപ്പം നമുക്ക് 18 ആയതുകൊണ്ട് 4 4s are
16 ആണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഇവിടെ നമ്മൾ 4 ആഡ് ചെയ്യും. ഇനി ഈ രണ്ട് ക്വസ്റ്റ്യൻ റോഡിൽ നിന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 16 ലെസ് ചെയ്യണം. 16 വരുമ്പോൾ ഇവിടുന്ന് 1ഉം ഇവിടുന്ന് 6ഉം ലെസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ നമുക്ക് കിട്ടുന്നത് 14. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 14 ബ്രാക്കറ്റിൽ റിമൈൻഡർ 2 ആണ് ഫസ്റ്റ് ആൻസർ വരിക. ഫസ്റ്റ് ആൻസർ വരുന്നത് 14 റിമൈൻഡർ 2. നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ്. 58 ഡിവൈഡ് ബൈ 5. 58 ഡിവൈഡ് ബൈ 5 വരുന്ന സമയത്ത് നോക്കാം. നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? രണ്ടും നമുക്കറിയാം. ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻഡ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1 ആയിരിക്കും. 2 - 1 1 - 1 0. ഞാൻ പറയുന്നത് ഈ പാറ്റേണിലെല്ലാം 0 റോഡാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വേഗം നമുക്ക് ഇവിടെ 0 റോഡിൽ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യാം. 0 റോഡ് ഇതാണ്. അപ്പോൾ ഇവിടെ 5 പ്ലേസ് ചെയ്യണം, ഇവിടെ 8 പ്ലേസ് ചെയ്യണം. 58 നമ്മൾ ക്വസ്റ്റ്യൻ റോഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ റോഡ് എവിടെ നിന്ന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് നോക്കാം. 5ഉം 5ഉം കമ്പയർ ചെയ്യണം അല്ലെ? ആദ്യത്തെ രണ്ട് ഡിജിറ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആകുന്ന കേസും നമുക്ക് എന്ത് ചെയ്യണം? ജമ്പ് ചെയ്യണം. ജമ്പ് ചെയ്ത് കഴിയുമ്പം ഈ ക്വസ്റ്റ്യൻ റോഡിന്റെ തൊട്ടടുത്തായിട്ട് ആൻസർ റോഡ് ചെയ്യാൻ പാടില്ല, ഒരു റോഡ് മാറി ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയാണ് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കുക, അതിന്റെ എവിടെയാണ് നമുക്ക് ആൻസർ റോഡ് കിട്ടിയത് അതിന്റെ തൊട്ടടുത്തുള്ള രണ്ട് റോഡായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ വീണ്ടും നമുക്ക് 5 ആണുള്ളത്. നമ്മുടെ മൈൻഡിൽ വെക്കുന്ന നമ്പർ ഞാൻ പറഞ്ഞു, നമ്മുടെ ഡിവൈസറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും നമ്മൾ മൈൻഡിൽ വെക്കുന്നത്. അപ്പോൾ ഇത് ഡിവൈസർ ഇപ്പോൾ 1 ഡിജിറ്റ് ആണ്, ഈ 5 മൈൻഡിലായിരിക്കേണ്ടത്. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെല്ലേണ്ടത്. അപ്പം ഇവിടെ ആൻസർ റോഡ് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും മൈൻഡിൽ 5 ഉണ്ട്. അപ്പോൾ ഈ 05ൽ 5ൽ എത്ര ടൈംസ് 5 പോകുന്നു? അപ്പോൾ 1 നമുക്കറിയാം 1 മൈൻഡിലെ 5 1 × 5 സോറി 1 × 1 5s are 5 ആണ്. അതായത് 5 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ 0 5. അപ്പം എന്ത് ചെയ്യണം? ഇവിടെ 0യും ഇവിടെ 5 ആണ്. അപ്പോൾ ഇതാണ് 5. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ചില കേസ് നമുക്കിവിടെ 55 ഉണ്ടെന്ന് സങ്കല്പിക്കാം. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാം? 1 × 5 ഈ 5നെ ലെസ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ രണ്ട് റോഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതാണ് കളയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ 50 ആണ് ലെസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ 58ൽ ഇങ്ങനെ വരുമ്പോൾ 1 × 5 ഈ 5 അതായത് 0 5 5ന് ലെസ് ചെയ്തു. ഇനി നമുക്ക് ആൻസർ പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണ്? ഈ റോഡിന്റെ തൊട്ട് റൈറ്റിലായിട്ട് നെക്സ്റ്റ് ആൻസർ റോഡ് വരാം. അപ്പോൾ ഈ ആൻസർ റോഡ് ഇത് കിട്ടിയാൽ ഇതിന് ശേഷം വരുന്ന രണ്ട് റോഡ് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യും. ഇവിടെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ 8 ആണ്. വെറും 8 അത് 0 8 ആണ്. 8ൽ 5 എത്ര ടൈംസ് എന്നാണ് വീണ്ടും ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം അഗെയിൻ 1 ടൈംസ് ആണ്. കാരണം 1 5s are 0 5. ഈ 5 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇനി നോക്കാം, നമ്മുടെ ഡിവൈസറിനേക്കാൾ ചെറിയ നമ്പർ വന്നാൽ, ബാക്കി ക്വസ്റ്റ്യൻ റോഡിൽ ഡിവൈസറിനേക്കാൾ ചെറിയ നമ്പർ വന്നാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. നമുക്കിവിടെ 3 ആണ് വന്നിട്ടുള്ളത്, അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടുത്തെ ആൻസർ 11 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 3. അതായത് 11 റിമൈൻഡർ 3 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നോക്കാം. 58 ഡിവൈഡഡ് ബൈ 6. അതായത് ഡിവൈസറിന്റെ 3 ടൈപ്പാണ്. ഇപ്പം നമുക്ക് ആൻസർ റോഡിൽ വരുന്ന ചെറിയ ചെറിയ വേരിയേഷനാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഒന്ന് ജമ്പ് ചെയ്യണം, രണ്ടാമത്തെ കേസ് നമുക്ക് ജമ്പ് ചെയ്യേണ്ട വന്നു, മൂന്നാമത്തെ കേസ് നോക്കിയേ ഡിവൈസറാണ് വലുത്. ഡിവൈസർ വലുതും ഡിവിഡന്റെ ഫസ്റ്റ് ഡിജിറ്റ് വലുതല്ല ചെറുതാണ്. ഈ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യണ്ട? ജമ്പ് ചെയ്യണ്ട. അപ്പം നമുക്കിത് അത് ടൂള് സെറ്റ് 0 ചെയ്യാം. നമുക്കറിയാം 0 റോഡിലായിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. അത് 58 ഇവിടെ പ്ലേസ് ചെയ്യണം. ഇനി 6 എന്നുള്ളത് ഇതിനേക്കാൾ വലുത്, അതായത് ഡിവിഡന്റെ ഫസ്റ്റ് ഡിജിറ്റ് ചെറുതായതുകൊണ്ട് ജമ്പ് ചെയ്യേണ്ട. അതായത് ക്വസ്റ്റ്യൻ റോഡിൽ നിന്നും ജമ്പ് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് മാറി ഇവിടെ തന്നെ നമുക്ക് ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ വരുന്ന കേസ് ഞാൻ പറഞ്ഞു നമ്മുടെ ഡിവൈസറിന്റെ ഡിജിറ്റ് 6 ആണ്. അതായത് ഡിവൈസർ 6 ആയതുകൊണ്ട് 6 മൈൻഡിൽ വെക്കുക. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചൊല്ലണം. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ റോഡുകൾ ഏതൊക്കെയാണ്? 2 റോഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. തൊട്ടടുത്തുള്ള 2 റോഡുകൾ സെലക്ട് ചെയ്യണം.
സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യുന്ന റോഡ്, അതായത് 58 അല്ലേ. ഇത് നമ്മൾ ആൻസർ റോഡ് ആകുമ്പോൾ തൊട്ടടുത്തുള്ള 2 റോഡ് സെലക്ട് ചെയ്തു. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയുള്ളത്? 58 ഉണ്ട്. 58ൽ 6 എത്ര ടൈംസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചൊല്ലുന്ന സമയത്ത് 9 6 are 54 വരും അല്ലേ. അപ്പോൾ ഇവിടെ 9 നമ്മൾ മൈൻഡിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 9 × 6 54, അതായത് ഇവിടുന്ന് 5ഉം ഇവിടുന്ന് 4 ലെസ് ചെയ്യാൻ +5 ആഡ് 1. ഇനി 4 എന്നില്ല നോക്കുക, കിട്ടിയത് ഇനി ക്വസ്റ്റ്യൻ റോഡിൽ 4 ആണുള്ളത്. 4 എന്താണ്? 6നേക്കാൾ ചെറുതാണ്. നമ്മുടെ ഡിവിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 9 റിമൈൻഡർ 4. അപ്പോൾ 3 പാറ്റേൺ ആണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അതായത് എക്സ്പ്ലെയിൻ ചെയ്തത് 3 പാറ്റേൺ ഉള്ളത്. അതായത് നമ്മുടെ ആൻസർ റോഡിൽ വരുന്ന ചെറിയ ചെറിയ വേരിയേഷൻ. ഡിവൈസർ 3 ടൈപ്സ്, അതായത് നമ്മുടെ ഡിവൈഡിനേക്കാൾ ചെറുതായി വരുന്നതും ഡിവൈഡിന് ഈക്വലായിട്ട് വരുന്നതും ഡിവൈഡിനേക്കാൾ വലുത് വരുന്ന കേസ് നമ്മൾ എങ്ങനെയാണ് ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റീസ്റ്റോറേഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. റീസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് എവിടെയാണോ ആൻസർ പ്ലേസ് ചെയ്യുന്നത് അതിന് തൊട്ടടുത്തുള്ള 2 ക്വസ്റ്റ്യൻ റോഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര ക്വസ്റ്റ്യൻ നമ്പർ, അതായത് നമുക്കിപ്പം 6 ആണ് ഇപ്പോൾ നമ്മൾ മൈൻഡിലുള്ള നമ്പറെങ്കിൽ 6നേക്കാൾ വലുതോ ഈക്വൽ ആയിട്ടുള്ളത് വേണം നമുക്ക് ക്വസ്റ്റ്യൻ റോഡിൽ ഉണ്ടായിരിക്കുന്ന നമ്പർ. പക്ഷേ അങ്ങനെ കിട്ടാത്ത അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മാറ്റി ചെയ്യും. നമുക്കിപ്പോൾ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്കിപ്പോൾ ഇന്ന് നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ നോക്കിയത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിവൈസർ സിംഗിൾ 1 ഡിജിറ്റ് നമ്പർ അതാണ്. ഇനി 2 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. ആദ്യം അത് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം നമുക്ക് റീസ്റ്റോറേഷനിലേക്ക് പോകാം. കാരണം റീസ്റ്റോറേഷൻ പറയുന്നതിന് മുമ്പായിട്ട് 2 ഡിജിറ്റ് വരുന്ന കേസ് എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് അറിയണം. ഡിവൈസർ 2 ഡിജിറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് റീസ്റ്റോറേഷൻ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ റീസ്റ്റോറേഷൻ പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് ഡിവൈസർ 2 ഡിജിറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം നോക്കാം. ഇവിടെ ശ്രദ്ധിക്കാം, 58 divided by 24. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 58 divided by 24 ആണ്. നമുക്കറിയാം ആദ്യം ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കണം. ഇത് എത്ര ഡിജിറ്റ് ആണ് ചെക്ക് ചെയ്യുക. ഇവിടെ 2 ആണ്. ഇത് എത്ര ഡിജിറ്റ് ആണ്? 2 ആണ്. അപ്പോൾ 2 - 2 0, പിന്നെ -1 എന്ന് പറയുമ്പോൾ -1 റോഡിലായിരിക്കണം നമുക്ക് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. ഇത് എല്ലാ ക്വസ്റ്റ്യനും നോക്കിയ സെയിം പാറ്റേണിലായതുകൊണ്ട് ഇതിനെല്ലാം നമുക്ക് -1 റോഡിലായിരിക്കണം, അതായത് -1 റോഡിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. അതായത് 58 ആയാലും 78 ആയാലും 65 ആയാലും നമ്മൾ എന്ത് ചെയ്യണം -1 റോഡിലായിരിക്കണം ആൻസർ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുന്നത്. അതായത് -1 റോഡ് ഏതാ? ഇത് നമ്മൾ ടൂൾ നോക്കിയ സമയത്ത് ഇത് 1's പ്ലേസ്, ഇത് 0 റോഡ്, ഇതാണ് -1, അത് -1 റോഡ്, അത് -1 റോഡ്. ഓക്കെ, -1 റോഡിൽ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് 58 divided by 24 ആണ്. ഇപ്പോൾ 58 ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു പ്ലേസ് ചെയ്യാണ്. ഇവിടെ 5ഉം തൊട്ടടുത്തായിട്ടാണ് 8 പ്ലേസ് ചെയ്യാം. -1 റോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്ത് തുടങ്ങും. ഇത് 58 നമ്മൾ പ്ലേസ് ചെയ്തു. ഓർമ്മിക്കുക, ഇത് 1's പ്ലേസ് ആണ്, ഇത് 0 റോഡാണ്, ഇതാണ് -1 റോഡ്. -1 റോഡ് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുന്ന സമയത്ത് 5 ഇവിടെ ചെയ്യണം, നെക്സ്റ്റ് നമ്പർ അതിന് തൊട്ട് റൈറ്റിലായിട്ട് ചെയ്യണം. ഓക്കെ, 58 പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഈ 24ന്റെ കേസ് ആൻസർ റോഡ് എവിടെ നിന്ന് ചെയ്ത് തുടങ്ങണം നോക്കണം. ഇവിടെ നോക്കാം, 58 divided by 24 എന്ന് വന്നാലും ഇനി എത്ര ഡിജിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ 2 ഡിജിറ്റുകൾ തമ്മിലായിരിക്കണം നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. ഇവിടെ 5ഉം ഇവിടെ 2 ആണ്. ഡിവൈസറിന്റെ 2നേക്കാൾ വലുതാണോ ഡിവൈഡിന്റെ ഫസ്റ്റ് എന്നാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ 2നേക്കാൾ വലുതാണ് 5. അപ്പോൾ എന്തായാലും ജമ്പ് ചെയ്യണം. അതായത് ഈ ക്വസ്റ്റ്യൻ റോഡിന് തൊട്ടടുത്തായിട്ട് ആൻസർ റോഡ് വരാൻ പാടില്ല, അതിനുശേഷം ഇവിടെ ആയിരിക്കും നമ്മൾ ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് 1's പ്ലേസിലായിരിക്കണം ആൻസർ ചെയ്യണമെന്ന് ഓർമ്മിക്കാം. ഇനി ഈ 2 നമുക്കറിയാം ഇവിടെ നോക്കാം,
നമ്മുടെ ആൻസർ റോഡ് കണ്ടുപിടിച്ച് നമുക്ക് ഫസ്റ്റ് റോഡിലാണെന്നറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഈ ക്വസ്റ്റ്യൻ്റെ 2ന് എന്ത് ചെയ്യണം, ആദ്യത്തെ നമ്പർ നമ്മൾ മൈൻഡിൽ എന്ത് ചെയ്യണം, വെക്കുന്ന നമ്പറാണ്. അപ്പോൾ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ആൻസർ റോഡ് ഇതായത് കൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ ആയിരിക്കണം ആൻസർ പ്ലേസ്. അതിന് തൊട്ടടുത്തുള്ള 2 റോഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ നോക്കാം ഇവിടെ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കിയേ. ഇത് 0യും ഇത് 5 ആണ് അല്ലേ. ഈ 2 റോഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് 0, 5 ആണ്. 5 ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്പർ. അതിൽ 2 എത്ര ടൈംസ് പോകുന്നതാണ് നോക്കുന്നത്. മൈൻഡിൽ ഇപ്പോൾ നമ്മുടെ 2 ഉണ്ട്. അപ്പോൾ 2ന്റെ ടേബിൾ നമ്മൾ ചൊല്ലുന്ന സമയത്ത് 2 2s are 4, 3 2s are 6 ആണ്. നമുക്ക് 6 ഇല്ല, 5 മാത്രം ആയതുകൊണ്ട് 2 ഇവിടെ പ്ലേസ് ചെയ്യും. 2 2s are 4 ആണ്. 4 മീൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ 0യും ഇവിടെ 4 ആണ് അല്ലേ. ഇതാണ് 4. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ 5ന്ന് 4 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ +5 ആഡ് 1 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യല്ല ചെയ്യുന്നത്. നമുക്ക് കിട്ടി 2 ഡിജിറ്റ് നമ്പർ വരുന്ന സമയത്ത് ചെയ്യുന്ന ചെറിയൊരു വേരിയേഷൻ ആണ് പറയുന്നത്. ഡിവൈസർ ഒരു കണ്ടീഷൻ വെക്കും. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഡിവൈസർ ഒരു കണ്ടീഷൻ വെക്കും. ഡിവൈസർ എത്ര നമ്പർ ഉണ്ടോ അത്രയും നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതായത് ആദ്യം നമ്മൾ 2ന് മൾട്ടിപ്ലിക്കേഷൻ ചൊല്ലിക്കഴിഞ്ഞു, എന്നിട്ടാണ് നമുക്ക് 2 2s are 4 കിട്ടിയത്. അതേപോലെ എന്ത് ചെയ്യും, 4ന്റെ ടേബിളും ചൊല്ലണം. പക്ഷെ 4ന്റെ ടേബിൾ ചൊല്ലേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആൻസർ റോഡിൽ എത്രയാണോ നമ്പർ ബീഡ്സ് ഉള്ളത് അതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 4നെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 2 × 4 ചെയ്യണം. ഇവിടെ 2 ഉള്ളതുകൊണ്ട് ആൻസർ റോഡിൽ എത്രയാണോ ബീഡ്സ് ഉള്ളത് അത് × 2 ആണ് ചെയ്യുക. ഓർമ്മിക്കുക. അപ്പോൾ 2 × ആൻസർ റോഡിലെ 2 ആണ്. അതെ 2 × 4 എത്രയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. 2 × 4 എത്രയാ, 8 ആണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി നെക്സ്റ്റ് ആൻസർ റോഡ് ഇതാണ്. അപ്പോൾ ഇവിടെ 2 × 4 അതായത് 8 എന്ന് പറയുന്ന സമയത്ത് ഈ 2 റോഡിലായിട്ട് 8 നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. 8 എന്ന് പറയുമ്പോൾ എവിടെയാണ് ചെക്ക് ലെസ് ചെയ്യുക, ഇവിടെയാണ്. ഇത് 18 ആണുള്ളത്. 18 8 പോകുമ്പോൾ എത്ര വരിക, 10 വരും അല്ലേ. ഇത് 1ഉം. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, ഇവിടുത്തെ 8 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഓർമ്മിക്കാം, നമ്മൾ ചെയ്യുന്നത് ആൻസർ റോഡിൽ എത്ര ബീഡ്സ് ഉണ്ടോ അത് × 4 ചെയ്യണം. അതെന്ത് ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യൻ റോഡിൽ നിന്ന് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അങ്ങനെ 80 8 ലെസ് ചെയ്ത് 2 × 4 8 ആണ്. അങ്ങനെ 80 8 പകരം 10 കിട്ടി. എന്ന് ഓർമ്മിക്കാം. ഈ 10 ഉള്ളതാണ് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ റോഡിലുള്ളത്. 10 24നേക്കാൾ ചെറുതാണ്. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 2, റിമൈൻഡർ 10 ആണ്. 1ഉം ഇവിടെ 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, 10. നമ്മൾ ഫസ്റ്റ് ആൻസർ വരുന്നത് 2, റിമൈൻഡർ 10. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം, അന്നേരം കുറച്ചുകൂടി ക്ലിയർ ആവും. 78 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -1 റോഡിലായിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ് തുടങ്ങേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 78നെ 18നെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ 1ഉം 7ഉം ചെക്ക് ചെയ്യുന്ന സമയത്ത് 1നേക്കാൾ വലുതാണ്. അപ്പോൾ തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങിയത് ഒരു റോഡ് ജമ്പ് ചെയ്യാം. ഇനി 1 നമ്മൾ എന്ത് ചെയ്യും, മൈൻഡിൽ വെക്കും. 1 എത്ര 1 ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ റോഡ്. ആൻസർ റോഡിന് ശേഷം 2 റോഡുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കിട്ടിയ നമ്പറാണ് എന്ത്, 7, 07. 07ൽ 1 എത്ര, അതായത് 7ൽ 1 എത്ര ടൈംസ് നമുക്കറിയാം, 7 × 1. നമ്മുടെ മൈൻഡിൽ 1, 7 × 1 ആണ് എന്ത്, 7. 7 ആണ് നമ്മൾ എന്തുകൊണ്ട് 7 ഇവിടെ 07 ആണ്. 7 ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യുക, ഫിംഗർ വെക്കുക. ഇവിടുത്തെ 2 റോഡുകളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ 2 റോഡുകളായിരിക്കണം നമ്മളെ ക്വസ്റ്റ്യൻ റോഡ്. ഓക്കെ. നമ്മൾ എവിടെയാണ് എൻഡ് ചെയ്യുന്നത് അവിടുത്തെ 2 റോഡുകളാണ് നമ്മളെ ക്വസ്റ്റ്യൻ റോഡ് എന്ന് ഓർമ്മിക്കുക. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സെയിം ഇതാണ് നമ്മുടെ 2 ക്വസ്റ്റ്യൻ റോഡ് വരിക. ഇനി എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ റോഡിൽ ഇനി വരുന്നത് 8 ആണ് വരുന്നത്. പക്ഷെ നമുക്കിനി അറിയാം
ഞാൻ പറഞ്ഞു ഡിവൈസറിന് ഒരു കണ്ടീഷൻ ഉണ്ട്, ഡിവൈസർ എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും ഡിജിറ്റിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ആൻസർ റോഡിൽ എത്ര ബീറ്റ്സ് ഉണ്ടോ അത് ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ ആണ്. അതായത് 7 × 8 ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. 7 × 8 നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നോക്കാം, നമുക്ക് 56 കിട്ടണം അല്ലേ. 7 8s are 56. 56 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ നമുക്ക് ആകെ ഉള്ളത് 0 8 ആണ്. 56 ഉണ്ടോ ഇല്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഈ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ റോഡിൽ വേണ്ടത്ര നമുക്ക് നമ്പേഴ്സ് ഇല്ലെങ്കിൽ, അതായത് 56 ഇപ്പോൾ നമുക്ക് കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ഈ ക്വസ്റ്റ്യൻ റോഡിൽ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു മാറ്റം വരുത്തും, റീസ്റ്റോർ ചെയ്യും. ക്വസ്റ്റ്യൻ റീസ്റ്റോർ ചെയ്യുന്നതിനാണ് റീസ്റ്റോറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീസ്റ്റോറേഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നെക്സ്റ്റ് പറയുന്നത്. ചിലർക്കറിയാം, ചിലർക്ക് റീസ്റ്റോറേഷൻ എന്താണെന്ന് അറിയില്ല, ചിലർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പറഞ്ഞുതരാം. നമ്മളെ ആൻസർ റോഡ് ഇതാണ്. എപ്പോഴും ഓർമ്മിക്കുക, റീസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് ആൻസർ റോഡിൽ എത്ര ബീറ്റ്സ് ഉണ്ടോ ആ ബീറ്റ്സിൽ നിന്ന് ഒരു ബീഡ് റിമൂവ് ചെയ്യുക, അതായത് ലെസ് ചെയ്യണം. ഇവിടെ 7 ആണെങ്കിൽ 7ന്ന് 1 എന്ത് ചെയ്യുക, ലെസ് ചെയ്യുമ്പോൾ 6 ആയിട്ട് മാറും. ഇനി 5 ആണെങ്കിലോ 5ന്ന് 1 ലെസ് ചെയ്യുമ്പോൾ 4 ആയിട്ട് മാറും. അപ്പോൾ 5നെ കണ്ടിട്ട് 4 ആഡ് ചെയ്യണം. അങ്ങനെ ചിന്തിക്കുക. എപ്പോഴും റീസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് ആൻസർ റോഡിൽ എത്രയാണോ ബീഡ്സ് ഉള്ളത് അതിൽ നിന്ന് 1 ബീഡ് എന്ത് ചെയ്യണം, അതായത് 1 ലെസ് ചെയ്യണം, ഓർമ്മിക്കുക. അപ്പോൾ നമുക്കിവിടെ നമുക്കറിയാം 7ന്ന് 1 ലെസ് ചെയ്യുന്ന സമയത്ത് 6 ആയിട്ട് മാറും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ എവിടെയാണോ ലെസ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് ഒരു റോഡ് ജമ്പ് ചെയ്യണം, റൈറ്റിലേക്ക് ജമ്പ് ചെയ്യണം. തൊട്ടടുത്ത് ചെയ്യാൻ പാടില്ല, ഒരു റോഡ് ജമ്പ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിവൈസറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ഇപ്പോൾ ഇടാം. 3 ആണെങ്കിൽ 3 ആയിരിക്കും ചെയ്യേണ്ടത്, 1 ആണെങ്കിൽ 1 ചെയ്യണം, 2 ആണെങ്കിൽ 2. അപ്പോൾ ഡിവൈസറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയത് ഡിവൈസറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റോഡ് ജമ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് വരിക, ആ 1 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇതാണ് റീസ്റ്റോറേഷൻ. അതായത് ആൻസർ റോഡിന് ഒരു ബീഡ് കളയാം, എന്നിട്ട് ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്തതിന് ശേഷം ഡിവൈസറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ആണ് അത് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്ക് ആണ്. എല്ലാവരും എന്ത് ചെയ്യും, അവിടുന്ന് 1 ലെസ് ചെയ്യും, ഇവിടെ 1 ആഡ് ചെയ്ത് കൊടുക്കും. 1 അല്ല ആഡ് ചെയ്യേണ്ടത്, ഡിവൈസറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ 1 ആഡ് ചെയ്യാം, 2 ആണെങ്കിൽ 2 ആണ് ചെയ്യേണ്ടത്, 3 ആണെങ്കിൽ 3, അങ്ങനെ ഓർമ്മിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം ക്വസ്റ്റ്യനിൽ 1 ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 1 ആഡ് ചെയ്തു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് വേണ്ടത്, ഇനി നമ്മൾ ആൻസർ റോഡിലേക്ക് പോകും. നമ്മൾ ക്വസ്റ്റ്യൻ റീസ്റ്റോർ ചെയ്തതിന് ഇനി നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ആൻസർ റോഡിൽ എത്രയാണ് ബീഡ്സ് ലെഫ്റ്റ് ചെയ്ത് നോക്കും. ഇവിടെ 6 ആണ്. ഈ 6നെ എന്ത് ചെയ്യണം, ഡിവൈസറിന്റെ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. അപ്പോൾ 6 8s are 48 ആണ്. അങ്ങനെ 6 8s are 48 ആണ്. പക്ഷെ നമുക്ക് എന്തില്ല, നമ്മളെ ക്വസ്റ്റ്യൻ റോഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 48 ഇല്ല, നമുക്ക് ഇവിടെ ഉള്ളത് വെറും 18 ആണ്, 18 മാത്രമാണ്. വീണ്ടും നമുക്ക് മതിയായ ബീഡ്സ് ഇല്ലാത്തത് കാരണം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ വീണ്ടും നമ്മൾ ആൻസർ റോഡിലേക്ക് പോകും. ആൻസർ റോഡിൽ നമ്മളെപ്പോഴും ഒരു ബീഡ്, അതായത് 1 ലെസ് ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റോഡ് മാറി ജമ്പ് ചെയ്തിട്ട് ഡിവൈസറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്താണോ അത് ആഡ് ചെയ്യണം. നമുക്ക് ഡിവൈസറിന്റെ ഈ ക്വസ്റ്റ്യനിൽ 18ൽ ഫസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് 1 ആഡ് ചെയ്യും. ഇനി നമുക്ക് കിട്ടിയത് ഇവിടെ 28 നമുക്ക് ക്വസ്റ്റ്യൻ റോഡിൽ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ചെക്ക് ചെയ്യാം, അതായത് ആൻസർ റോഡിൽ എത്രയാണ് ബീഡ്സ് ഇല്ലെന്ന് നോക്കാം. ഇവിടെ 5 ആണുള്ളത്. ഈ 5നെ ഡിവൈസറിന്റെ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 8 40 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ റോഡിലേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് 40 ഉണ്ടോ ഇല്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, റീസ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ലെസ്, ഇനി ഇവിടുന്ന് 5ന്ന് 1 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ലെസ് 5 ആഡ് 4. ഇനി ഈ 4നെ വീണ്ടും എന്ത് ചെയ്യുക, ഡിവൈസറിന്റെ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. 4 × 8, 4 × 8 32 ആണ്. ഇവിടെ 32 ഉണ്ടോ, 4 ഇവിടെ ലെസ് ചെയ്തതിന് ശേഷം ഇവിടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ നോക്കുക, 4 × 8 ചെയ്യുന്ന സമയത്ത് നമുക്ക് 32 ആണ് വേണ്ടത്. നമുക്കിവിടെ 32 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ 3 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. നമുക്ക് 32 ആയി വേണ്ട. അപ്പോൾ ഇവിടുന്ന് 3 ലെസ് ചെയ്യും, ഇവിടുന്ന് 2 ലെസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ
അപ്പോൾ നോക്കാം 4 8 32 നമുക്ക് 32 ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ റോഡിൽ ഇപ്പോൾ 38 ഉണ്ട്. അപ്പോൾ 32 ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 4. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 4 ശേഷം ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോക്കാം 0 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ 0 6 എന്ന് ഇതിന് പകരം നമുക്കത് വെറും 6 എഴുതിയാൽ മതി. അപ്പോൾ 4 റിമൈൻഡർ 06 എഴുതാം, അല്ലെങ്കിൽ 6 മാത്രം മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കാം. ഇതാണ് റീസ്റ്റോർ. റീസ്റ്റോർ ഇപ്പോൾ ചെയ്തതാണ് റീസ്റ്റോർ. അതായത് നമുക്ക് വേണ്ടത്ര ക്വസ്റ്റ്യൻ 2 റോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വേണ്ടത്ര ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യനെ മാറ്റി വീണ്ടും നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിനാണ് റീസ്റ്റോർ എന്ന് മനസ്സിലാക്കാം. നമുക്ക് വീണ്ടും നോക്കാം. അതിന് 65 ഡിവൈഡ് ബൈ 18 ആണ്. ലാസ്റ്റത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. 65 ഡിവൈഡ് ബൈ 14 നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇവിടെ നമുക്ക് ഇപ്പോൾ നോക്കാം 65 ഡിവൈഡ് ബൈ 18 എന്ത് ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്കറിയാം ഈ പാറ്റേണിൽ വരുമ്പോൾ -1 റോഡിൽ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യണം. 65 ഡിവൈഡ് ബൈ 18 ആകുന്ന സമയത്ത് ആദ്യത്തെ ഡിജിറ്റ് എന്ത് ചെയ്യണം, ഓരോ റിമൈൻഡറിൻ്റെ ഓരോ നമ്പർ എന്ത് ചെയ്യണം നമ്മളെ മൈൻഡിലായിരിക്കും വേണ്ടത്. ഡിവൈസറിൻ്റെ ഓരോ ഡിജിറ്റ് നമ്മളെ മൈൻഡിലായിരിക്കണം വെക്കേണ്ടത്. ഫസ്റ്റ് 1 ആയതുകൊണ്ട് 1 നമ്മൾ മനസ്സിൽ വെക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ആയിരിക്കണം അല്ലേ, 1-നേക്കാൾ വലുതാണ് 6. അപ്പോൾ തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഈ 6ൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ ചെയ്യാൻ പാടില്ല. ഒരു റോഡ് മാറി ലെഫ്റ്റിലായിരിക്കണം നമ്മൾ ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ 1 മൈൻഡിൽ വെക്കുന്ന സമയത്ത് 1നെ അപ്പോൾ ഇവിടെ ആൻസർ റോഡ് കിട്ടുമ്പോൾ നോക്കുക, സെലക്ട് ചെയ്യുന്ന 2 റോഡ് ആൻസർ റോഡിൻ്റെ തൊട്ടടുത്തുള്ള 2 റോഡിൽ എത്ര നമ്പർ ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യാം. നമുക്കറിയാം ഇവിടെ 0 6, അതായത് 6 മാത്രമാണ് ഉള്ളത്. ഈ 6ൽ 1 എത്ര ടൈംസ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. മൈൻഡിൽ 1 എത്ര ടൈംസ് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ 6 × 1 ആയിരിക്കണം നമ്മളെ മൈൻഡിൽ 1ഉം. 6 × മൈൻഡിൽ 1 6 × 1 6 ആണ്, അതായത് 0 6. ഈ 6 നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. ഇനി ആൻസർ റോഡ് വരുന്നത് ഇതാണെന്നറിയാം. പക്ഷെ എന്ത് ചെയ്യണം, ആദ്യം നമുക്കറിയാം ഡിവൈസർ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. ഡിവൈസർ 2 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് ഈ കിട്ടിയ ആൻസർ റോഡിലെ 6ന് എന്ത് ചെയ്യണം, ഡിവൈസറിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 × 8 48 ആണ്. നമുക്കറിയാം നമുക്ക് വരുന്നത് 48 കിട്ടണം. അതായത് നമ്മളിവിടെ 06 എവിടെയാണ് എൻഡ് ചെയ്തത് ആ റോഡും ഈ തൊട്ടടുത്ത റോഡായിരിക്കും നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റോഡ് വരാം. അപ്പോൾ ഈ 2 റോഡാണ് നമ്മളെ ക്വസ്റ്റ്യൻ റോഡ്. കാരണം നമ്മൾ 6 ഇവിടെയാണ് ലെസ് ചെയ്തത്. ആ ലെസ് ചെയ്ത റോഡിൻ്റെതും എവിടെയാണ് എൻഡ് ചെയ്തത് ആ റോഡും അതിന് തൊട്ടടുത്തുള്ള 2 റോഡാണ് സെലക്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ റോഡായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 × 8 48 ഇവിടെ കിട്ടണം. നമുക്ക് ആകെ ഉള്ളത് 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത്ര ക്വസ്റ്റ്യൻ റോഡിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനെ മാറ്റി ചെയ്യുന്നതാണ് റീസ്റ്റോറേഷൻ. അപ്പം ഈ റീസ്റ്റോർ ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞു. ആൻസർ റോഡിൽ നിന്ന് 1 വീട് ലെസ് ചെയ്യുക, അതായത് 1 ലെസ് ചെയ്യുക, +1. ഇനി എന്ത് ചെയ്യണം, ഒരു റോഡ് മാറി ജമ്പ് ചെയ്യണം, അതായത് റൈറ്റിലേക്ക്. ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്തിട്ട് അവിടെ ആയിരിക്കണം നമ്മൾ ഡിവൈസറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, 1 ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഡിവൈസർ ഇപ്പോൾ 28 ആണെങ്കിൽ 2 ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1 ആയതുകൊണ്ട് 1 ആഡ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും എന്ത്, ഇപ്പോൾ നമുക്ക് 15 ആണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ റോഡിലുള്ളത് നമ്പർ. പക്ഷെ നമുക്ക് ഇനി 5നെ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 8 40 ആണ്. നമുക്ക് 40 ഇല്ല, നമുക്കിവിടെ വെറും 15 മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. അപ്പം +5 1 ലെസ് ചെയ്യുന്നത് +5 ആഡ് 4. വീണ്ടും ഒരു റോഡ് ജമ്പ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഡിവൈസറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യണം. ഇനി ചെക്ക് ചെയ്യാം ആൻസർ റോഡിൽ എത്രയാണ് ഉള്ള ബീഡ്, ആ ബീഡ് ഇൻറ്റു വീണ്ടും ഡിവൈസറിൻ്റെ സെക്കൻഡ് ഡിജിറ്റ്. അപ്പോൾ 4 × 8 32 വേണം. നമുക്കിവിടെ 25 ആണുള്ളത്, 32 ഇല്ല. അപ്പോൾ വീണ്ടും റീസ്റ്റോർ ചെയ്യണം. റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് 4ന് എന്ത് ചെയ്യണം, 1 ലെസ് ചെയ്യണം. 1 ലെസ് ചെയ്തിട്ട് ഒരു റോഡ് മാറി ജമ്പ് ചെയ്തതിന് ശേഷം ഡിവൈസറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യാം.
ഇനി ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. 3 ഇൻറ്റു 8 എത്രയാണ്? 3 ഇൻറ്റു 8 24 ആണ്. നമുക്കിപ്പോൾ ഇവിടെ 35 ഉണ്ട്. ലെസ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 24 ലെസ് ചെയ്യാൻ 5 ലെസ് 5 ആഡ് 1. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, അപ്പോൾ ഇവിടെ നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എത്രയാണ്? 11 ആണ്. 11 എന്ന് പറയുന്നത് നമ്മൾ 18നേക്കാൾ ചെറുതാണ്. ഡിവൈസറിനേക്കാൾ ചെറുതായാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 11 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ആൻസർ 3 റിമൈൻഡർ 11. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യണം. താങ്ക് യു.